السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുകയും അവൻ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് വലിയ പ്രാധാന്യത്തോടെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ നന്മൻ്റെയും കാരണം അത് അള്ളാഹിനോടുള്ള ഇഷ്ടമാണ്. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിയുക. അപ്പോൾ അറിവ് നമ്മൾ നേടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക. അപ്പോഴാണ് നമുക്ക് അള്ളാഹിനോട് മഹബത്ത് ഉണ്ടാവുക. അപ്പോൾ അത് ഒരു ഭാഗത്ത് നടക്കണം. അതോടൊപ്പം അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയാനുള്ള മാർഗം എന്താണ്? അള്ളാഹ്ക്ക് നമ്മളോട് മഹബത്ത് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ മാർഗം നമ്മളൊന്ന് പറഞ്ഞു. ഒന്ന് എന്തായിരുന്നു? അള്ളാഹിൻ്റെ ഇഷ്ടക്കാരനാണ് എന്നറിയാൻ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാനുള്ള മാർഗം അള്ളാഹു അയാളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. വലിയ പരീക്ഷണങ്ങൾ പല രീതിയിലും അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരടയാളം, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ, ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അള്ളാഹിൻ്റെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ എല്ലാ സമയത്തും വുളൂവിൻ്റെ സമയത്തൊക്കെ നമ്മൾ ദ്വാരക്കലുണ്ടല്ലോ, എന്ത് അല്ലാഹുമ്മ ജഅൽനി മിനൽ മുത്തത്വഹിരീൻ, മനസ്സും ശരീരമൊക്കെ ശുദ്ധി വരുത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ, തൗബ ചെയ്യുന്നവരിലും ശുദ്ധി വരുത്തുന്നവരിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ, തൗബ ചെയ്യുന്നവരോട് അള്ളാഹുവിന് ഇഷ്ടമാണ്, ശരീരവും മനസ്സും ശുദ്ധി വരുത്തുന്നവരോടും അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തൗബ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ശുദ്ധി, മാനസിക ശുദ്ധി പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇഷ്ടം ഉണ്ടെങ്കിൽ, അങ്ങനെ അള്ളാഹിൻ്റെ ഒരു ഇഷ്ടക്കാരനായിട്ട് ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ, വാഇളം മിൻ നഫ്സിഹി, ഒരു ഉപദേശകൻ നമ്മളെ മനസ്സിൽ നിന്ന് നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. ഒരാൾ നമ്മളെ ഉള്ളിൽ നിന്ന്, പുറത്തുനിന്നുള്ള വയലല്ല, അകത്ത് നിന്ന് ഒരു ഉപദേശകൻ നമുക്കുണ്ടാകും. അങ്ങനെ പൊയ്ക്കോ, ഇങ്ങനെ പൊയ്ക്കോ. അതും അറിയില്ല ഉസ്താദന്മാർ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആഖിറം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ആഖിറം പേടിപ്പിച്ചുകൊണ്ടും സ്വർഗം ആഗ്രഹിപ്പിച്ചുകൊണ്ടുമുള്ള സംസാരത്തിനാണ് വഅള് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അടിമനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു തആല മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വഅള് അറിയുന്ന ആളുണ്ടാവും. ആ മനസ്സ് യഅ്മുറുഹു വയൻഹാഹു, അവനോട് ഇങ്ങനെ കൽപ്പിക്കും, അത് ചെയ്യേണ്ടെന്ന് പറയും, ഇത് ചെയ്തോ എന്നിങ്ങനെ പറയും. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട അങ്ങനെയാണ്. വഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ, അപ്പോൾ അവിടെ എത്തിനോന്ന് ഓരോരുത്തരും ആലോചിക്കുക. അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്നറിയാൻ. അള്ളാഹു ഒരടിമയെ ഖൈർ ഉദ്ദേശിച്ചാൽ ബസ്സർഹു ബിയൂബി നഫ്സിഹി, ഹൃദയത്തിൻ്റെ സ്വന്തം കുഴപ്പം എന്താണെന്ന് ഓന് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും. തനിക്ക് എന്തൊക്കെയൊക്കെ കുഴപ്പമുണ്ട്, അസൂയ, കിബർ, അഹങ്കാരം, ഇങ്ങനെ നമ്മളെ മനസ്സിൻ്റെ സോക്കേടുകൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തിരുത്തും. ഇത് എൻ്റെ ചിന്ത ശരിയല്ല, ഞാൻ അവനോടുള്ള നിലപാട് ശരിയല്ല,
ഞാൻ അവനെക്കുറിച്ച് ഈ ചിന്തിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ മനസ്സിൻ്റെ ഒരുപാട് കുഴപ്പങ്ങൾ, മനസ്സിനാണ് കുഴപ്പം, അതാണ് ശുദ്ധീകരിക്കേണ്ടത്. അവരെയാണ് അള്ളാഹു, ശുദ്ധ മനസ്കരായ ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. അതിനാണ് തൗബ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഫഹസ്സു അലാമാത്തി ഹബ്ബിഹി ലില്ലാഹി തആല ഫഇന്ന ദാലിക യദുല്ലു അലാ ഹുബ്ബില്ലാ. അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളെ പേര് മെഹബൂബ് എന്നാണ്, അള്ളാഹിൻ്റെ ഇഷ്ടക്കാരൻ. അങ്ങനെ നമ്മൾ മെഹബൂബായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി കഴിഞ്ഞാൽ, ഇനി ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് വിഷയം ഉണ്ടാവുക? അയ്യതവല്ലല്ലാഹു അംറഹു, അള്ളാഹു അവൻ്റെ കാര്യം ഏറ്റെടുക്കും. ലാഹിറഹു വബാത്തിനഹു സിർറഹു വജഹ്റഹു, അവൻ്റെ പുറംകാര്യവും അകങ്കാര്യവും രഹസ്യവും പരസ്യമൊക്കെ പടച്ചവൻ്റെ അടുത്തായിരിക്കും. ഫയകൂനു ഹുവൽ മുശീർ അലൈഹി, ഓരോ കാര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടത് എന്ന് പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. വൽ മുദബ്ബിറുൽ അംരിഹി, കാര്യങ്ങളൊക്കെ പടച്ചോൻ അങ്ങനെ നിയന്ത്രിക്കും. അവൻ്റെ വീട്ടിലത്തെ കാര്യവും കുടുംബക്കാര്യവും ദർസിൻ്റെ കാര്യമൊക്കെ പടച്ചോൻ ഇങ്ങനെ തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കും. വൽ മുസയ്യിനുൽ അഖ്ലാഖിഹി, അവൻ്റെ സ്വഭാവങ്ങളെ അള്ളാഹു ഇങ്ങനെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം കൂടുമ്പോൾ നല്ല സ്വഭാവത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വൽ മുസ്തഅമിലുൽ ജവാരിഹി, അവൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പടച്ചോനാണ് നടത്തുക. അവൻ നല്ല കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മളെ അവയവങ്ങൾ. വൽ മുസദ്ദിദുൽ ലാഹിരി വബാത്തിനി വജായിലു ഹുമൂമഹു ഹുമ്മൻ വാഹിദ, അവന് ഒരുപാട് ചിന്തകളൊന്നും ഉണ്ടാവില്ല, ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ, അള്ളാഹു പടച്ചോന് ആഖിറം എന്നുള്ള ചിന്ത. അല്ലാതെ അങ്ങനെ നൂറായിരം കാര്യങ്ങൾ ചിന്തിച്ച് മാനസികമാകുന്ന പ്രശ്നം, മാനസിക സംഘർഷം വരുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കൊല്ലി യാ അള്ളാഹ്, അതൊക്കെ പടച്ചോൻ, കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നു, അതൊക്കെ പടച്ചോൻ്റെ അടുത്ത്, ഒക്കെ അള്ളാൻ്റെ, അതൊക്കെ ഇങ്ങനെ വരും. ജനനം ഉണ്ടാവും, മരണം ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, പരീക്ഷണം ഉണ്ടാകും, രോഗം ഉണ്ടാകും, വീട്ടിലെ കാര്യം ഉണ്ടാകും, കുട്ടികളുടെ കാര്യം ഉണ്ടാകും, കെട്ടിക്കണ കാര്യം ഉണ്ടാകും, ജോലിൻ്റെ കാര്യം ഉണ്ടാകും. അതിനൊക്കെ പരിശ്രമിക്കും. പക്ഷെ അതിലൊന്നും ഇങ്ങനെ ഓൻ്റെ ചിന്ത അടങ്ങിക്കൊണ്ട് നിൽക്കില്ല. അല്ലാഹ് അതൊക്കെ പടച്ചോൻ്റെ അടുത്ത്. അതിന് നമ്മൾ പടച്ചോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ കസാരമേ കുത്തിരുന്ന് നടക്കൂല കേട്ടോ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അതിലൊന്നും വേജാറും പ്രയാസമൊന്നുമില്ല, ഒക്കെ അള്ളാൻ്റെ അടുത്ത്. വൽ മുബഗ്ഹിദുൽ ദുനിയ, ദുനിയാവിനോട് അവന് ദേഷ്യമായിരിക്കും. അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ദേഷ്യമിട്ട് കൊടുക്കും. അള്ളാഹ് അല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുന്നവന് ഇഷ്ടമല്ലാതാവില്ല, അള്ളാഹിനെ മാത്രം ചിന്തിക്കുന്ന ഇഷ്ടമാകും. അങ്ങനെ വൽ മുഅ്നിസു ലഹു ബിലദ്ദത്തിൽ മുനാജാത്തി ഫി ഖലവാത്തി, ഒറ്റയ്ക്കിരിക്കുമ്പോൾ പടച്ചവനോട് വർത്താനം പറയാനും അവന് സന്തോഷമുള്ളൊരവസ്ഥയ്ക്ക് എത്തിക്കും. നിങ്ങൾ പലരും ഇപ്പം ജുമാൻ്റെ മുമ്പ് സുബൈൻ്റെ മുമ്പ് പടച്ചവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇരുന്നില്ലേ? ആരുമില്ലാതെ നമ്മളെ ബെഡ്റൂമിലോ കുട്ടികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്നിട്ട് നമ്മളിങ്ങനെ പടച്ചവനോട് വർത്താനം പറഞ്ഞില്ല. അള്ളാഹുവേ, ഞാൻ നിൻ്റെ ഒരു അടിമയാണ്, ഞാൻ എൻ്റെ യജമാനൻ, നീയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞില്ല. അള്ളാഹിനോട് വർത്താനം പറയൽ ഭയങ്കര രസമായിട്ട് മാറുക. അള്ളാഹുവിനോടുള്ള സംസാരം ആസ്വാദനാക്കി തീർക്കുക. അങ്ങനെ പോകുമ്പോൾ വൽ കാശിഫു ലഹു അനിൽ ഹുജ്ബി ബൈനഹു വബൈന മഅരിഫത്തി, അള്ളാഹിനെ അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് മറകളുണ്ട്. അള്ളാഹുവിൻ്റെ മഅരിഫത്താണല്ലോ മഹബത്തിൻ്റെ കാരണം. ഇനി മഅരിഫത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. ആ തടസ്സങ്ങൾ എന്താണ് എന്ന് അവന് മനസ്സിലാവും. അങ്ങനെ ആ തടസ്സങ്ങൾ അവൻ നീക്കിക്കൊണ്ടിരിക്കും. ഇതാണ് അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിനുള്ള തെളിവ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ശരീരത്തിലും മക്കളിലും കുടുംബപരമായിട്ടും നന്നായിട്ട് പരീക്ഷിക്കും. നമ്മളുണ്ടല്ലോ, ഇഷ്ടപ്പെട്ടാൽ വേദനിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ കുട്ടികളെ പോയിട്ട് തല്ലും നമ്മൾ, വെറുതെ ഭാര്യമാരോട് ഇഷ്ടമായിരിക്കും, അപ്പോൾ പോയിട്ട് നുള്ളും. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നുള്ളൊക്കെ അങ്ങനെ കിട്ടും പഠിച്ചോൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത്, എന്താ പഠിച്ചോനെ എന്നോടിപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്നെ വേദനിപ്പിക്കുമോ എന്ന് ചോദിക്കരുത്. അത് ഒരു സംസ്കരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിലൊരു എതിർപ്പില്ലാതിരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ്, അതിനുള്ള ക്ഷമ, അതിനുള്ള ഈമാൻ, അതിനുള്ള യഖീൻ, അതിനുള്ള തവക്കുൽ
അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തത് പറഞ്ഞത്, അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവനോട് ഇങ്ങനെ ചെയ്യാനും ചെയ്യണ്ട എന്ന് പറയാനും ഒരാളിങ്ങനെ ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, അവൻ്റെ ഉള്ളിൽ ഒരുപാട് അയബുകളുണ്ട്. ആ അയബുകളാണ് അള്ളാഹിനെ കാണുന്നതിന് തടസ്സം, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് തടസ്സം. ഈ അയബ് ഉണ്ട് എന്ന് ആദ്യം തിരിച്ചറിയണമല്ലോ. പിന്നെ അതിങ്ങനെ ഓരോന്നോരോന്ന് എന്താണ് അസൂയ, അഹങ്കാരം, തെറ്റായ ധാരണകൾ, മുസ്ലിമീങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കൽ, ഇങ്ങനെ ഒരുപാട് അയബുകളുണ്ട്. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ മനസ്സിലാകുക, അതിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ശരിയല്ല, ആ ചിന്ത ശരിയല്ല, അയാളോടുള്ള ആ സമീപനം ശരിയല്ല. അപ്പോൾ മനസ്സിൻ്റെ അയബുകൾ എനിക്ക് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു തരിക, ഞാനത് തിരുത്തി ഇങ്ങനെ മുന്നോട്ട് പോവുക. ഇനി അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണോ എന്നുള്ളതിനുള്ള തെളിവെന്താ? നിങ്ങൾ അള്ളാഹിൻ്റെ മെഹബൂബാണ്, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മെഹബൂബിങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നാട്ടിൽ നിറച്ചൊന്നും ഉണ്ടാവില്ല. അത് ഈ പറയുന്ന അടയാളങ്ങളൊക്കെ അയാളിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഏതടയാളം? അയാളെ കാര്യമൊക്കെ പടച്ചോ അങ്ങനെ നോക്കും, ഉള്ളും പുറവും അതങ്ങനെ പടച്ചോ നോക്കുക. പടച്ചോ അയാളെ നിയന്ത്രിക്കുക. അവൻ്റെ സ്വഭാവങ്ങളെ അള്ളാഹു നന്നാക്കി കൊടുക്കുക. നല്ല അടിപൊളി സ്വഭാവം. അവനൊരു ചിന്തയുള്ളൂ പടച്ചോൻ, അതൊക്കെ എങ്ങനെ നടക്കുമ്പോൾ ഒക്കെ പടച്ചോൻ്റെ അടുത്തല്ലേ കാര്യം. അപ്പോൾ നമുക്ക് അയാളെ കണ്ടാൽ തന്നെ തിരി ഇയാൾ പടച്ചോൻ്റെ ആളാണ്. പിന്നെ ദുന്യാവിനോട് വെറുപ്പുണ്ടാവുക. അയാളെ പ്രവർത്തനം കണ്ടിട്ട് ദുന്യാവിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിട്ട് തോന്നുന്നത് അയാൾ അള്ളാഹിൻ്റെ ഇഷ്ടക്കാരനല്ല. പിന്നെ അള്ളാഹുവും അയാളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയൽ ഭയങ്കര രസമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ കണ്ടാൽ തിരിയില്ല, അയാളെ രഹസ്യം എന്താ നമുക്ക് മനസ്സിലാവില്ല. വൽമൂനിസു ലഹു ബിലദ്ദത്തിൽ മുനാജാത്തി ഫീ ഖലവാത്തിഹി, ഖൽവത്തിൽ ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവായിട്ട് മുനാജാത്ത് നടത്തുന്നതിൽ അയാൾ സന്തോഷം കണ്ടെത്തുക. പിന്നെ അള്ളാഹുവിൻ്റെ മാരിഫത്താണ് അയാൾക്ക് പ്രധാനം, അള്ളാഹിനെ അറിയാൻ മനസ്സിലാക്കുക. അതിനു വേണ്ടി അയാൾ ഇങ്ങനെ ഓരോ ദിവസവും പടച്ചോനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക. ആ അള്ളാഹിൻ്റെ മാരിഫത്തിന് തടസ്സമായിട്ട് എന്തുണ്ടോ ആ തടസ്സങ്ങളെയൊക്കെ അയാൾ നീക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മാർഗ്ഗങ്ങൾ അള്ളാഹു അയാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അയാൾ അതിൽ പ്രവേശിക്കും. ഇതാണ് അള്ളാഹു ഒരു അടിമനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതിന് തെളിവ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കൊരു തൗഫീഖ് തന്നല്ലോ. ഇത്തരം ഉപദേശങ്ങളും വയലുകളൊന്നും നടക്കുന്നില്ല. അള്ളാഹിൻ്റെ മഹബത്തിനെ കുറിച്ചൊന്നും വളരെ അപൂർവമായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ സന്തോഷിക്കുകയാണ്, കുറച്ച് ആൾക്കാർ 10, 35, 40 ആളുകൾ ഇങ്ങനെ ഓൺലൈനിൽ വന്നിട്ട് ഇത് പറയാൻ പടച്ചോ എനിക്ക് തൗഫീഖ് തന്നല്ലോ പടച്ചോനെ കുറിച്ച്. നിങ്ങൾക്കത് കേൾക്കാനും അള്ളാഹു തൗഫീഖ് തന്നു, വലിയ സൗഭാഗ്യമാണെന്ന് ഞാൻ കാണുകയാണ്. കാരണം ഇതൊന്നും പഠിക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ മൂലയന്മാർക്ക് മാത്രമല്ലല്ലോ, ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞാൽ തിരിയല്ല. അള്ളാഹ് നമ്മുടെ യജമാനൻ, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും റബ്ബ്, കാരുണ്യവാനായ അള്ളാഹു, ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഉടമസ്ഥൻ, അതിൻ്റെ രക്ഷിതാവ്, നമുക്ക് സ്വർഗവും നരകവും വിധിച്ചവൻ, നന്മകളൊക്കെ എഴുതി വെക്കുന്നവൻ, നമ്മുടെ റിസ്ക് ഏറ്റെടുത്തവൻ, നമ്മുടെ ചിന്തയുടെ നിയന്ത്രകൻ, ഹബിലിൽ വരീദ്, നമ്മുടെ കഴുത്തിലുള്ള ഈ നരമ്പിനേക്കാളും നമ്മളോട് അടുത്ത് നിൽക്കുന്നവൻ, ഉള്ളും പുറവും നമ്മെ കാണുന്നവൻ, ഇരുട്ടത്തും വെളിച്ചത്തും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, നമ്മുടെ ഉള്ളും പുറവും അറിയുന്നവൻ, നമുക്ക് വേണ്ടി എന്തൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുക്കിയവൻ, നമുക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും ഒരുക്കി തന്നവൻ, നമുക്ക് വേണ്ടി വെയിലും മഴയും ഒരുക്കി തന്നവൻ, നമുക്ക് വേണ്ടി ചൂടും തണുപ്പും നൽകിയവൻ, നമുക്ക് വേണ്ടി കാണുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നവൻ, ഇസ്ലാമും ഹിദായത്തും നൽകിയവൻ. ഈ അള്ളാഹിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നമുക്കൊരു കുറച്ച് സമയമൊക്കെ വേണ്ടേ? കുറേ ദിക്റൊക്കെ ചെല്ലുന്നുണ്ട്, നല്ല തന്നെയാണ്. പക്ഷെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ അല്ലേ എന്നുള്ളത്. അതുമാണല്ലോ അറിയാം. അള്ളാഹ്ക്ക് ഇപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമുക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ? എനിക്ക് പഠിച്ചുകൊണ്ട് അള്ളാഹിനോട് ഇഷ്ടമാണ്. വമാ അസ്ഹലദ്ദഅവ വമാ അഅ്സൽ മാന, വാദിക്കാൻ എന്തൊരു സുഖമാണ്, ശരി കയമ്പുണ്ടാവില്ല. അപ്പോൾ പിശാച്ച് നമ്മളെ വഴിവഴിപ്പിക്കും, പിശാച്ച് നമ്മളെ
തെറ്റിക്കും. എനിക്ക് പടച്ചവനോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പിശാച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ആ പിശാചിൻ്റെ ചതിയിൽ നീ അകപ്പെട്ടു പോകരുത്. എനിക്ക് പടച്ചവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരുന്നാലേ നടക്കില്ല. പിശാച് നന്നായിട്ട് ഇടപെടും. എന്നിട്ട് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും, എനിക്ക് പടച്ചവനോട് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു, അള്ളാഹ്ക്ക് ഇങ്ങോട്ടും ഇഷ്ടമായിരിക്കും. അപ്പോൾ നീ ബേജാറാവണ്ട. അതിന് തെളിവ് വേണം, അള്ളാഹ്ക്ക് നിങ്ങളോട് ഇഷ്ടമാണോ എന്നുള്ളതിന്. മഹബ്ബത്ത് എന്ന് പറയുന്നത് ഷജറത്തുൻ ത്വയ്യിബ, അത് നല്ലൊരു മരമാണ്. മഹബ്ബത്ത് അത് നല്ലൊരു മരമാണ്. അതിൻ്റെ അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ വേര് ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുകയാണ്, ഭൂമിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുക. വഫറഉഹ ഫിസ്സമാ, മഹബ്ബത്തിൻ്റെ കൊമ്പുകൾ ആകാശത്തിങ്ങനെ പരന്നു കിടക്കുക. ആ മരത്തിൽ ഒരുപാട് പഴങ്ങളുണ്ടാകും. അതിൻ്റെ പഴം തദ്ഹറു ഫിൽ ഖൽബ്, മനസ്സിൽ വരും അതിൻ്റെ ഫലങ്ങൾ. വല്ലിസാൻ, നാവിൽ വരും. വൽ ജവാരിഹ്, അവയവങ്ങളും വരും. അള്ളാഹിനോട് ഇഷ്ടമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അത് വേരൂന്നിയ ഒരു മരമാണ്. അതിന് ഒരു കൊമ്പല്ല, പല കൊമ്പുകളുമുണ്ട്. അതിൽ നിറയെ പഴങ്ങളാണ്. ആ മഹബ്ബത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിലും നാവിലും അവയവങ്ങളിലും ഉണ്ടാകും. അതിന് അടയാളമുണ്ട്. തീ കത്തുന്നുണ്ട് എന്നതിന് പുക അടയാളമാണല്ലോ എന്നതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ പഴങ്ങൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ മരമുണ്ട് എന്നതിന് തെളിവാണ്. അപ്പോൾ ഒരു അടയാളം വേണം അള്ളാഹിനോട് മഹബ്ബത്തുണ്ടോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് എന്തൊക്കെയാണ് ആ മഹബ്ബത്തുള്ള കാര്യം? ഒന്ന്, ഹബ്ബു ലിഖാഇൽ ഹബീബി വ തരീഖിൽ കശ്ഫി വൽ മുശാഹദത്തി ഫീ ദാരിസ്സലാം. ഹബീബിനെ കാണാൻ ഇഷ്ടമുണ്ടാവുക, അള്ളാഹിനെ കാണണം. അല്ലല്ലോ ഇപ്പം ഹബീബ്, അള്ളാഹിനെ കാണണം. അള്ളാഹിനെ കാണാനും അള്ളാഹുവുമായിട്ട് സംസാരിക്കാനുമുള്ള ഇഷ്ടം. സ്വർഗത്തേക്ക് പോകണ്ടേ? അതിന് ദുനിയാവിനെ പിരിയേണ്ടി വരും, മരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ മരണം ഇഷ്ടപ്പെടുക. അള്ളാഹുവിനെ കാണാൻ വലിയ ഇഷ്ടമല്ലേ? മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ പറ്റുമല്ലോ, അള്ളാഹുവിൻ്റെ മുശാഹദത്തുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മരണത്തെ ഇഷ്ടപ്പെടണം. മരിക്കാൻ ആഗ്രഹം, മരിക്കാൻ ഇഷ്ടം. നമ്മൾ ഗൾഫിലൊക്കെ പോകാറില്ലേ? അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് പോകും. ഭർത്താവ് ഭാര്യയെയും മക്കളെയും കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരുന്ന യാത്ര ഇഷ്ടപ്പെടാതിരിക്കുമോ? എന്തൊരു ഇഷ്ടമായിരിക്കും. എപ്പോഴും ആഗ്രഹിക്കും, പോകണം, നാട്ടിലേക്ക് കിട്ടിയാൽ, ലീവ് കിട്ടിയാൽ പോകണം. ഇനി ഭർത്താവ് ഇങ്ങോട്ട് വരാൻ പ്രയാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് അവിടെ ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചാൽ ഭാര്യ എപ്പോഴോ ഒരുങ്ങിയിട്ടുണ്ടാകും. എപ്പോഴാണ് ടിക്കറ്റ് കിട്ടുക, അതിനു വേണ്ടി പാസ്പോർട്ടും ഒക്കെ എടുത്തിട്ട് എപ്പോഴും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ഭാര്യ ആഗ്രഹിക്കും. അതിൻ്റെയൊക്കെ മേലല്ലേ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്. ആ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ മരിക്കാൻ ഇഷ്ടപ്പെടും, മരണത്തെ ഇഷ്ടപ്പെടും. മരണം അള്ളാഹുവിൻ്റെ ലിഖാഇൻ്റെ താക്കോലാണ്. അള്ളാഹുവിനെ കാണാനുള്ള വാതിലാണ് മരണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅ. ഒരാൾക്ക് അള്ളാഹിനെ കാണണം എന്നൊരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു അയാളെ കാണാൻ ഇഷ്ടപ്പെടും. അല്ല, അള്ളാഹ്ക്ക് നമ്മളെ കാണാൻ വലിയ ഇഷ്ടമുണ്ടോ എന്നെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിനെ കാണാൻ ഇഷ്ടമുണ്ടോ എന്നുള്ള അള്ളാഹു അവൻ്റെ ലിഖാഇനെ മഹബ്ബത്ത് നമുക്ക് നൽകുമാറാവട്ടെ. മരിച്ചു കിട്ടിയാൽ എനിക്ക് പടച്ചോൻ്റെ അടുത്തേക്കൊന്ന് പോകേനോ എന്നുള്ള ചിന്ത മനസ്സിൽ വരിക. മഹാനായ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു മരിക്കണ സമയത്ത് പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഹുദൈഫ വലിയ സ്വഹാബി വര്യനാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ തർബിയത്ത് കിട്ടിയ വലിയ സ്വഹാബി വര്യനാണ്. മൂപ്പര് മരിക്കണ സമയത്ത് പറഞ്ഞത്, ഹബീബുൻ ജാല ഫഖല അഫ്ലഹ മൻ നദീം. കാണാൻ ഇങ്ങനെ പൂതി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ എൻ്റെ ഹബീബ് വന്നത്. ഈ സമയത്ത് ഖേദിച്ചവൻ വിജയിക്കൂല. ഞാൻ മരിക്കുകയാണോ എന്ന് കരുതി ഖേദമുള്ളവൻ ഒരിക്കലും വിജയിക്കൂല. ഹബീബ് കാണാൻ ഇഷ്ടപ്പെട്ടൊരു സമയം എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ്. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഹബീബുൻ ജാല ഫഖല അഫ്ലഹ മൻ നദീം. മറ്റൊരു കാര്യം, മാ മിൻ ഖസ്ലത്തിൻ അഹബ്ബ ഇലല്ലാഹി അൻ തകൂന ഫിൽ അബ്ദി ബഅദ ഹുബ്ബി ലിഖാഇല്ലാഹി മിൻ കസ്റത്തി സുജൂദ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹിനെ കാണാനുള്ള മഹബ്ബത്ത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അള്ളാഹിനെ കാണാൻ അടിമക്ക് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് നമ്മളെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അള്ളാഹുവിനെ കാണാൻ ഈ അടിമക്ക് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മിൻ കസ്റത്തി സുജൂദ് വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിനെ കാണാനുള്ള മഹബത്ത് കഴിഞ്ഞിട്ടേ സുജൂദ് പോലും ഉള്ളൂ. നോക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അണിനിരന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ, എന്തിനാ അപ്പം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി അണിനിരന്ന് നിൽക്കുന്നത്? യുദ്ധം ജയിച്ചിട്ട് നാട്ടിലേക്ക് പോരാനല്ല. നസ്റുൻ ബിസ്തിഷ്ഹാദ്, പടച്ചോനെ കാണാലോ എന്നുള്ള ആ താല്പര്യത്തിൽ പോകുന്ന, ശത്രുക്കളെ ആയുധങ്ങളാൽ കൊല്ലപ്പെട്ടാൽ എനിക്ക് പടച്ചോൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുമല്ലോ. അതാ ഇന്നല്ലാഹു യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഫായി നിന്നിട്ട്, അടിയുറച്ച് നിന്നിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളോട് അള്ളാഹുവിന് ഇഷ്ടമാണ്. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. ഫയഖ്തുലൂൻ വയുഖ്തലൂൻ, അവർ ശത്രുക്കളെ കൊല്ലുന്നു. വയുഖ്തലൂൻ, അവരെ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹിനോട് കാണാൻ, അള്ളാഹിൻ്റെ അടുത്തൊക്കെ പോകണം, മരിക്കണം എന്നുള്ള ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്രമാണ് സുജൂദ്. കാരണം സുജൂദ് ഒരടിമയും അള്ളാഹുവും തമ്മിൽ സംസാരിക്കുന്ന മുനാജാത്തിൻ്റെ ഏറ്റവും അടുത്ത സമയമാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു സംസാരമുണ്ട്, വസിയ്യത്തുണ്ട് മരണസമയത്ത്. അൽ ഹഖ് സഖീൽ, സത്യം നല്ല ഭാരമാണ്. പക്ഷേ അത് ഭാരമാണെങ്കിലും അത് വളരെ എളുപ്പമാണ്, അത് ദഹിക്കുന്നതാണ്. അസത്യം ഖഫീഫ്, സംഗതിയൊക്കെ സിമ്പിളാണ്. ശരിക്കും നിസ്കരിക്കൽ നല്ല പണിയാണ്, പക്ഷേ എങ്കിലും അത് വല്ലാത്ത റാഹത്തുണ്ടാക്കും. ബാത്തിൽ, നുണ പറയാമെന്നുള്ള ഒരു ഉദാഹരണം പറയാണ്. ബാത്തിൽ പണിയൊന്നുമില്ല, സത്യം പറയാൻ നല്ല പണിയല്ലേ, നുണ പറയാൻ നല്ല എളുപ്പമല്ലേ, അതാണ് പറയണത്. സത്യം മാത്രം പറയാം. ഒരു ഉദാഹരണം, ഹക്ക് ഭയങ്കര ഭാരമാണ്. സത്യം തന്നെ പറയാൻ കരുതുമ്പോൾ പല പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന് വലിയ സന്തോഷം ഉണ്ടാവും. ബാത്തിൽ, കളവോ ഗീബത്തോ അതൊക്കെ പറയാമെന്നുള്ളത് ഖഫീഫൻ, വളരെ സിമ്പിൾ കാര്യമാണ്. പക്ഷേ അത് സിമ്പിളാണെങ്കിൽ പോലും വബിയുൻ, അത് ഭയങ്കര വിപത്താണ്. അതിൻ്റെ ഭയങ്കര പ്രശ്നമാണത്. അതിൻ്റെ ഭാരം നമ്മളിങ്ങനെ താങ്ങേണ്ടി വരും. ഒരു നുണ പറഞ്ഞാൽ പിന്നെ ഒരുപാട് കൊല്ലം ഞാൻ ഒന്ന് നുണ പറഞ്ഞില്ലേ എന്ന് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ആ വാക്കിനെ സംരക്ഷിച്ചിട്ട് ഒരുപാട് കാലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ നുണ പറഞ്ഞതിനെ ഇങ്ങനെ പിന്തുടർന്നിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ ശരിയാക്കേണ്ടി വരും. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എൻ്റെ വസിയ്യത്ത് സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഒരാളോട് എനിക്ക് മഹബത്തുണ്ടെങ്കിൽ അത് മരണത്തെയായിരിക്കണം നിനക്ക് മഹബത്തുണ്ടാവണം. മരണപ്പം വന്നിട്ടില്ലല്ലോ. മറഞ്ഞൊരു സാധനത്തിന് നീ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ നീ മറഞ്ഞു വെക്കേണ്ട, അത് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട കാര്യം മരണമാണ്. മരണം നിനക്ക് വരും എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ സ്ഥലത്തില്ലാത്ത ഒരാൾ ആരെങ്കിലും മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കേണ്ട സാധനം മരണത്തെയാണ്. ഉഹദ് ദിനത്തിൽ ഇതൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇസ്ഹാഖ് എന്നവർ പറയാണ്, എൻ്റെ വാപ്പ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് മൂപ്പരോട് പറഞ്ഞു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ പടച്ചവനോട് ദ്വാരക്കണില്ലേ ചോദിച്ചു. ഉഹദ് യുദ്ധത്തിൽ പടച്ചവനോട് ദ്വാരക്കണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ദ്വാരക്ക് കാരണം നമ്മൾ ദ്വാരക്കല്ലേ എന്ന് വെച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടെ പോയിട്ട് ദ്വാരക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് പോയി. നാളെ യുദ്ധം തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ യുദ്ധം തുടങ്ങാൻ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ദ്വാരക്കാൻ വേണ്ടി അവർ സ്ഥലത്തേക്ക് പോയി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ദ്വാരുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഖ്സംതു അലൈക, ഞാൻ പടച്ചവനെ നിൻ്റെ മേൽ സത്യം ചെയ്ത് പറയുന്നു. ഒറ്റക്ക് ദ്വാരക്കുക, ഓരോരുത്തർക്ക് പോയിട്ട് ദ്വാരക്കുക. ഇന്ന ലഖീതുൽ അദുവ്വ ഗദൻ, നാളെ ഞാൻ രണാങ്കണത്തിൽ, ഉഹുദിൻ്റെ രണാങ്കണത്തിൽ കണ്ടുമുട്ടിയാൽ, ഹജ്ജിനൊക്കെ പോകുന്ന ആൾക്കാർ ഉഹുദിൽ പോകും. അവിടെ നിന്ന് ഇങ്ങനത്തെ വർത്താനൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുക സ്വഹാബത്തിൻ്റെ. നാളെ ഞാൻ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഫലഖിയനി റജുലൻ ഷദീദ് ലഹു ബഅസുൻ ഷദീദ് അജ്റത്തുഹു ഖാതിലുഹു ഫീക്,
ഉജദ്ദിദുഹു ഖാതിലുഹു ഫീക്. അങ്ങനെ ശത്രുക്കളെ കൂട്ടത്തിലെ ഏറ്റവും മല്ലനായ ഏറ്റവും സാമർത്ഥ്യമുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടിയാൽ എൻ്റെ മാർഗത്തിൽ ഞാൻ അയാളോട് യുദ്ധം ചെയ്യും, അയാൾ ഞാനുമായി മറ്റും. എനിക്ക് നാളെ കിട്ടേണ്ടത് ഏറ്റവും ശക്തനായ ശത്രുവിനെയാണ്. ശത്രുക്കളെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ യോദ്ധാവിനെയാണ് എനിക്ക് കിട്ടേണ്ടത്. ഞാൻ അയാളോട് യുദ്ധം ചെയ്യും, അയാൾ എന്നോടും യുദ്ധം ചെയ്യും. അങ്ങനെ അയാൾ എന്നെ കൊല്ലും. അങ്ങനെ സുമ്മയഹുദുനി, അങ്ങനെ അവസാനം ഞാൻ അയാളോട് പരമാവധി യുദ്ധം ചെയ്യും, അയാൾ എന്നെ കീഴടക്കും, അയാൾ എന്നെ പിടികൂടും. ഫേജദ വംഫി, അങ്ങനെ എൻ്റെ മൂക്ക് അയാൾ എരിയും. ഔദിനി, എൻ്റെ ചെവിയും. വബത്തന വക്കറ ബത്തനി, എൻ്റെ പള്ള അയാൾ കുത്തിക്കീറും. അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദ്വാരക്കുക ദ്വാണ്, അള്ളാഹുവെ അങ്ങനെ ഞാൻ മരിച്ചു, ഇങ്ങനെയൊക്കെ ആയി ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ നീ ചോദിക്കുമല്ലോ, ഫൈദാ ലഖീതുക ഖദൻ ഖുൽത യാ അബ്ദല്ലാഹ് മൻ ജദഅ അൻഫക വ ഉദനക. അടിമേ, ആരാ നിൻ്റെ മൂക്കരിഞ്ഞത്, ആരാ നിൻ്റെ ചെവി അരിഞ്ഞത് നീ ചോദിക്കൂല. പടച്ചോനെ എൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ഞാൻ പറയും, ഫീക യാ റബ്ബി വ ഫീ റസൂലിക്. അത് നിനക്കും വേണ്ടി മൂക്കരിഞ്ഞതാണ്, ചെവി അരിഞ്ഞതാണ്. എൻ്റെ റസൂലുള്ളാഹിക്കും വേണ്ടി മൂക്കും ചെവി അരിഞ്ഞതാണ് ഞാൻ ഖിയാമത്ത് നാളിൽ പറയും. അപ്പം നീ പറയും, സ്വദഖ്ത്, ശരിയാണ്, എൻ്റെ മൂക്കരിഞ്ഞതും വയറ് കുത്തിക്കേറിയതും ചെവി അരിഞ്ഞതൊക്കെ ശരിയാണ്, നീ എൻ്റെ മാർഗത്തിലായിരുന്നു നീ എന്ന് പറയും. ആ വിധത്തിൽ എനിക്ക് നാളെ യുദ്ധം ചെയ്യാൻ തൗഫീഖ് നൽകണേ എന്നാണ് മൂപ്പര് ദുആയിരുന്നത്. ഏറ്റവും ശക്തനായ ശത്രുവിനെ കണ്ടുപിട്ടുക, ഞാൻ അയാളോട് പൊരിഞ്ഞ യുദ്ധം ചെയ്യുക, അയാൾ എന്നോട് യുദ്ധം ചെയ്യുക, അവസാനം അയാൾ എന്നെ പിടിക്കുക, മൂക്കും ചെവിയും പള്ളയും കുത്തിക്കീറി മുറിക്കുക. അങ്ങനെ നാളെ എൻ്റെ അടുത്ത് വരുമ്പോൾ നീ എന്നോട് ചോദിക്കുക, എൻ്റെ ചെവി എന്തായി, എൻ്റെ കണ്ണെന്തായി, കാതെന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, അതൊക്കെ എൻ്റെ ശത്രുക്കൾ എൻ്റെയും റസൂലുള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെയും മാർഗത്തിൽ അവരെ എരിഞ്ഞു കൊണ്ടുപോയതാന്ന് പറയുമ്പോൾ നീ പറയും, ശരിയാണ് അടിമേ നീ പറയുന്നത് എന്ന് പറയും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, സഅദ് നബി വഖാസ് റളിയല്ലാഹു പറയാണ്, മൂപ്പര് ഫുള്ള് യുദ്ധം ചെയ്തൊന്ന് മുഴുവനായിട്ട് യുദ്ധം ചെയ്തു. ശത്രുക്കൾക്ക് ഒരുപാട് പരിക്കുകൾ ഉണ്ടാക്കി, ഒരുപാട് ആൾക്കാരെ കൊന്നു. അങ്ങനെ വൈകുന്നേര സമയത്ത് ഞാനിങ്ങനെ പോയി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു എന്തുണ്ട്, മരിച്ചു കിടക്കുന്നുണ്ട് യുദ്ധക്കളത്തിൽ. വൈനംഫഹു വഉദ്നഹു ലമുഅല്ലഖതാനി ഫി ഖൈത്തിൻ. മൂപ്പരെ മൂക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെവി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓട്ടയാക്കിയിട്ട് ഒരു നൂലിൽ കെട്ടിയിട്ട് തൂക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. മൂപ്പര് പടച്ചവനോട് സത്യം ചെയ്ത് പറഞ്ഞത്, ഉഖ്സിമു ബില്ലാഹ്, അള്ളാഹുവേ നിൻ്റെ മേൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന്. അയാളാ സത്യം ചെയ്തത് മൂപ്പര് യുദ്ധക്കളത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പടച്ചോൻ്റെ അടുത്ത് പടച്ചോൻ ചോദിച്ചിട്ടുണ്ടാകും, പടച്ചോൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവൻ്റെ മഹബത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹിനെ മഹബത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മരണത്തെ ഇഷ്ടപ്പെടുക, ആ വിധത്തിൽ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ ഒരവസ്ഥയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ റഹ്മത്തിൻ്റെ ആ തണലിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മക്കളെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. അവരുടെ ജോലികളിലൊക്കെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.